ഹലോ Pro-Culina പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂഷ്വൽ ഷെഫ് അല്ല കേട്ടോ, ഇന്ന് ഷെഫിയുടെ മോളാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുത്തു പൊറോട്ട കേട്ടോ. പിന്നെ എൻ്റെ ആദ്യത്തെ ഡിഷാണ്, ഞാൻ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാറില്ലാത്ത ഒരാളാണ്. പിന്നെ മേ ബി അമ്മയുടെ കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് കുത്തു പൊറോട്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഒരുപാട് സമയം എടുക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇത് 5 പൊറോട്ട കേട്ടോ. പിന്നെ ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി, മുളക്, കരിവേപ്പില. പിന്നെ ഇവിടെ ഞാൻ ഒരു തക്കാളി 2 ഉള്ളി എടുത്തേക്കണേ. പിന്നെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് 2 മുട്ട. ഇത് വെച്ചാണ് ഞങ്ങളിന്ന് കുത്തു പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം നമ്മളത് പൊറോട്ടേനെ കട്ട് ചെയ്യാൻ പോകണം. ഞാനൊന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന്. സിസേഴ്സോ അല്ലെങ്കിൽ കത്തിയോ എന്ത് വെച്ചും ട്രൈ ചെയ്യാം, പക്ഷേ ചെറിയ പീസാണ്. അപ്പോൾ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചു. അപ്പോൾ ആദ്യം നമ്മൾ വെജിറ്റബിൾ ഓയിലാട്ടോ ഇടാൻ പോണേ. അപ്പോൾ ഇവിടെ പാൻ ചൂടായി. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോകട്ടോ. മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ. ഇനി അതും കൂടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഉള്ളി ഇടും. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഉള്ളിയാട്ടോ ഇടാൻ പോണേ. അത് കഴിഞ്ഞിട്ട് മുളകും, ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് ബ്രൗൺ കളറായിട്ട് ഓണിയൻ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യുക. ഇനി തക്കാളി, ചില്ലി പൗഡർ 1 സ്പൂൺ, ഇത് കൊറിയാൻഡർ പൗഡർ, പിന്നെ ഗരം മസാല കുറച്ച്, പിന്നെ ലാസ്റ്റ് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇതും കൂടി സോട്ട് ചെയ്യാം. ഇനി നമ്മൾ വെച്ച 2 മുട്ട അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ വെച്ച കുത്തു പൊറോട്ട. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുരുമുളക് പൊടി. 11 minutes later. कैसे
അച്ഛാ സച്ചു A few moments ago. As you guys can see, I am being bullied.